രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് ഒരുങ്ങി കോവായിട്ടോ. ഹേയ് എവ്രിവൺ, നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ചെയ്ത ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി ലേറ്റായി പോയി, കാരണം എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയി ചെറുതായിട്ടൊന്ന് ലാഗായി. ഇപ്പോഴും മാറിയിട്ടില്ല, പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനെൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മേക്കപ്പ് വൈപ്പാണ് യൂസ് ചെയ്തത്. അത് കളബാറിൻ്റെ മേക്കപ്പ് വൈപ്പാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിംപ്ലിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റെപ്സും കഴിയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ലിപ്പും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ലിപ് ബാം ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാറാകുമ്പോൾ സെറ്റായിട്ടിരിക്കും. ഞാൻ പ്രൈമറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ പ്രൈമറാണ്. അതും ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അടിയിലൊക്കെ ക്രീസിങ് വരുന്നത് കണ്ടിട്ടുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഐബ്രോസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഐബ്രോ ഡിഫൈനറാണ്. ഇതിൽ നടുക്ക് കാണുന്ന 2 ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ബ്രൗൺസ്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐബ്രോസ് എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഓക്കെ, അപ്പോൾ സംസാരിക്കണേ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം തൊണ്ട നന്നായിട്ട് തന്നെ സ്ട്രെയിൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഐബ്രോസ് ഞാൻ അത് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നൈക്കയുടെ ബ്രോ ഫില്ലർ വെച്ചിട്ട് ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ ഫുൾ ആ ലുക്ക് കിട്ടും. എന്നിട്ട് ഒരു സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. എങ്കിലേ അത് കറക്റ്റായിട്ട് സ്പ്രെഡായിട്ട് ഇരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ മാത്രം പൗഡർ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത് ഞാൻ കൺസീൽ ചെയ്യാനായിട്ട് പോവാണ്. കൺസീലറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ കൺസീലറാണ്. അപ്പം എൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പിഗ്മെൻറ്റേഷൻ കാണുന്നുണ്ടാവും, ഡിസ്കളറേഷൻ. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാനായിട്ടും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ടാണ് ഞാൻ മേബ്ലിൻ്റെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഫേസിൽ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കൺസീലർ ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് കൺസീലറാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കൺസീലർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൺസീലർ ട്രൈ ചെയ്ത് നോക്കാം. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ കഴുത്തും ഫേസും തമ്മിലുള്ള നിറ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാനായിട്ട് കഴുത്തിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫൗണ്ടേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും പാക്കിൻ്റെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുകയാണ്. എൻ്റെ കറക്റ്റ് ഷെയ്ഡ് കിട്ടാനായിട്ട് ജസ്റ്റ് ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സെയിം ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഇപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ബ്രൈഡിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫുള്ളി നമ്മളെടുത്തങ്ങ് അപ്ലൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കളർ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പാക്കിൻ്റെ HD പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ, അത് വെച്ചാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ മോഫിയുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്ത് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് കാജൽ ലുക്കാണ് ചെയ്തിരിക്കുന്നത്. അധികം ഐ ഷാഡോസൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല, ജസ്റ്റ് കോണ്ടോറിങ്ങിന് മാത്രമാണ് ഐ ഷാഡോ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ കാജലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ കാജലാണ്. ഇതും ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പർ ലാഷ് ലൈനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്മഡ്ജർ ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. സ്മഡ്ജർ ബ്രഷിൽ ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ടാണ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഒരു സ്മഡ്ജ്ഡ് ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതൊരു ഫ്ലാറ്റ് സ്മഡ്ജർ ബ്രഷാണ് കേട്ടോ. ഇതെല്ലാം തന്നെ പാക്കിൻ്റെ ബ്രഷസാണ്. ലോവർ ലാഷ് ലൈനിൽ നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം പ്രൊസീജിയർ മുകളിലും താഴെയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. ഇതിൽ നമുക്ക് വോള്യൂമിനസ് ആയിട്ട് ചെയ്യാനും കേൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള 2 മസ്കാരാസാണ് ഒരേ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫോൾസ് ഐലാഷസ് വെച്ചതിൻ്റെ ഒരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫോൾസ് ഐലാഷസ് ഈ ഒരു ലുക്കിന് വെച്ചിട്ടില്ല, ജസ്റ്റ് മസ്കാര തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുത്തു. അത് ഷുഗറിൻ്റെ കോണ്ടോറാണ് യൂസ് ചെയ്തത്, കോണ്ടർ പൗഡർ. അത് വെച്ചിട്ട് ജസ്റ്റ് മൂക്കും ജോ ലൈനും ഒക്കെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോണ്ടോർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഫ്ലാറ്റ് ആയി പോകും. സോ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ഒരു ലൈറ്റർ ബ്രൗൺ ഷെയ്ഡ് ഒരു കോണ്ടോർ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം. ഇനി ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബേസ് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. ഇതൊരു ഹുഡ ബ്യൂട്ടിയുടെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലേക്കാണ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഞാനിപ്പോൾ നേരിയത് സാരിയാണ് ഉടുത്തിരിക്കുന്നത്, ഉടുക്കാൻ പോണത്. കൂടെ തന്നെ പിങ്ക് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിപ്സിന് പിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മേബ്ലിൻ്റെ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഷെയ്ഡ് ഇങ്ങനെ കാണിക്കാത്തത്. കുറച്ച് ഷെയ്ഡ്സ് മിക്സ് ചെയ്താണ് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു ലിപ്സ്റ്റിക് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ സാരി മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. ഇനി കമ്മലിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്മലാണ് ഇടുന്നത്. ഇത് എൻ്റെ ജ്വല്ലറി അല്ല, ഇത് റെൻ്റൽ ജ്വല്ലറിയാണ്. എൻത്രിക എന്ന് പറയുന്ന ഒരു ജ്വല്ലറി സ്റ്റോറിൽ നിന്ന് റെൻ്റൽ വാങ്ങിച്ചതാണ്. ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ റെൻ്റൽ ജ്വല്ലറി വേണമെങ്കിൽ യു ക്യാൻ ട്രൈ എൻട്രിക. അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതും അവിടെ നിന്ന് തന്നെ എടുത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ്, നെക്ക് പീസാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് ഉടനെ തന്നെ കാണാം. ശരിക്കും പറഞ്ഞാൽ മഴ വന്ന് നമ്മുടെ ഷൂട്ട് കുളമായി. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഞാൻ കുറേയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് ഇവിടെ വന്ന് മഴ നനയുന്നു. നമ്മളിപ്പോൾ കോവളത്ത് സമുദ്രപാർക്കിൽ വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അതൊക്കെ ഒടുക്കത്ത മഴ ശോഭിച്ചെടുക്കുകയാണ്. ഇറങ്ങാൻ പോയി പറ്റില്ല, ഒരാവശ്യമില്ലായിരുന്നു. രാവിലെ ഉറക്കം പോയില്ല ഞാൻ. അതാണ് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറയണത്. ആദ്യമായിട്ടാണ് പുറത്തൊക്കെ ഷൂട്ട് ചെയ്യണം, അതും ഈ അവസ്ഥയിൽ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ അതിരാവിലെ തന്നെ കോവളത്ത് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു.
അൺഫോർച്ചുനേറ്റ്ലി മഴ കാരണം അധികം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. മാത്രമല്ല ഞാൻ നനയുകയും ചെയ്തു, നന്നായിട്ട് നനഞ്ഞു. ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയതാണ്, അതൊക്കെ നനഞ്ഞു കുളമായി. എന്തായാലും അതവിടെ നടക്കാത്തതുകൊണ്ട് എനിക്ക് പരിചയത്തിലുള്ള ഒരു ചേച്ചിയുടെ ബൊട്ടീക്ക് ഉണ്ടായിരുന്നു. ബൊട്ടീക്കിലേക്ക് പോയി ഇൻഡോർ ഷൂട്ട് ചെയ്യാനായിട്ട്. അവിടുത്തെ സീൻസാണ് നിങ്ങൾ കാണുന്നത്. അവിടെ പോയി കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ഇത് 2 to 3 hours കഴിഞ്ഞിട്ടുള്ള മേക്കപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അധികം ലെയേഴ്സ് ഓഫ് മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു 1 layer ഓഫ് മേക്കപ്പ് മാത്രമേ ഉള്ളൂ. ഒരുപാടങ്ങ് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് ആ ഒരു 2 to 3 hours കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ബ്രൈഡ്സിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായി സെറ്റ് ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും. ഇതധികം സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു നാച്ചുറൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു മൊത്തം ലുക്കും മേക്കപ്പും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജ്വല്ലറിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.